തിരികെ എത്താം. പ്രിന്റു, ഞാനത് ചോദിക്കാൻ 4 പോയിന്റ് ഈ പുറത്തു വന്ന റിപ്പോർട്ട്, ഇങ്ങനെ ഒരു റിപ്പോർട്ടിൽ പരാമർശങ്ങളില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ ഒരു 4 വിഷയമാണ്. അത് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ ഇടപെടലുകൾ, അത് പാർട്ടിക്ക് BJPക്ക് ഉണ്ടാക്കിയ അവസരം. 1.5 കൊല്ലം മുൻപ് മത്സരത്തിനില്ല എന്ന് ഞാൻ ശ്രീകുമാർ മനലിനോടാണ് ചോദിക്കുന്നത്. 1.5 വർഷം മുൻപ് മത്സരത്തിനില്ല എന്ന് സിറ്റിംഗ് MP പറയാ. സ്വാഭാവികമായിട്ടും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സുരേഷ് ഗോപി, അത് അദ്ദേഹത്തിന് ഗുണകരമാവുന്നു. പാർലമെന്റ് മണ്ഡലത്തിലില്ല, വളരെ കുറച്ച് മണലൂരിലും ഗുരുവായൂരിലുമായി ഒതുങ്ങിയെന്ന് പറയും. BJP പറയുന്നത് അവിടെയും ഉണ്ടായിരുന്നില്ല ശ്രീ TN പ്രതാപന്. BJP വോട്ടുകൾ അധികമായി ചേർത്തത് കണ്ടെത്താനോ അത് നീക്കം ചെയ്യാനോ ഉള്ള ഒരു നടപടിയും സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായില്ല. കോൺഗ്രസ് ഇതൊക്കെ ഈ പുറത്തു വന്ന പറയപ്പെടുന്ന റിപ്പോർട്ടിനകത്തുണ്ട്. ഇതൊക്കെ BJP വിജയ ഘടകമായിട്ട് അവിടെ പറയുന്നതാണ്. ഒരു ട്രമൻഡസ് വിക്ടറി സുരേഷ് ഗോപി ഉണ്ടാക്കിയപ്പോൾ അതിന് എന്തെല്ലാം കാരണങ്ങളെന്ന് BJP അക്കമിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുണ്ടെന്ന് കൂടിയാണല്ലോ പ്രിന്റ് പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ഫാക്ട്. ഇതും ഇല്ല അതുമില്ല. പിന്നെ ഈ അനിലക്കര, TN പ്രതാപൻ മുതലായ നേതാക്കന്മാരുടെ പേരുള്ള പരാമർശങ്ങളുമില്ല എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്നവർ എന്താണ് വിശ്വസിക്കുക? അല്ല, ഈ അപർണ, ഞാൻ പറയുന്നത് കേൾക്കാന്ന് വിചാരിക്കുന്നു. കേൾക്കാം പറഞ്ഞോളൂ. എക്കോ വരുന്നുണ്ട്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കെ മുരളീധരൻ തൃശ്ശൂര് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കെ മുരളീധരൻ തൃശ്ശൂര് ഒരു ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ അതിനകത്തൊരു സൂചന എനിക്ക് പറഞ്ഞു BJPയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, തൃശ്ശൂരിൽ കെ കരുണാകരൻ്റെ കുടുംബക്കാർ നിന്നാൽ വിജയിക്കില്ല. അത് 90കളിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലത്ത് അവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് കരുണാകരൻ കുടുംബത്തോട് അവിടെയുള്ള തൃശ്ശൂരിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും കോൺഗ്രസ് നേതാക്കൾക്കും വലിയ വിവിധ ജനവിഭാഗങ്ങൾക്കും വലിയ എതിർപ്പുണ്ട്. ആ എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് കരുണാകരൻ തോറ്റതും മുരളീധരൻ തോറ്റതും 2 തവണ പത്മജ തോറ്റതുമെല്ലാം. അടിസ്ഥാനപരമായിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ഒരിക്കലും ആപ്റ്റായ സ്ഥാനാർത്ഥിയായിരുന്നില്ല. അദ്ദേഹം വടകരയിൽ നിന്ന് മത്സരിക്കാൻ, എനിക്ക് വടകര വിടാൻ താല്പര്യമില്ല, തൃശ്ശൂർ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് നിർബന്ധമായി പറഞ്ഞെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് മാറ്റില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം വേറെ എന്തോ സംഭവങ്ങൾ മനസ്സിൽ കണ്ട് ഒരു രാഷ്ട്രീയ എന്താ പറയുക, ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ നേമത്ത് പോയി മത്സരിച്ചല്ലോ MP ആയിരിക്കുന്ന സമയത്ത്. അതേ ഒരു കളി തൃശ്ശൂരും അദ്ദേഹം കളിച്ചു നോക്കിയതാണ്. കാരണം BJPക്കെതിരെ മത്സരിക്കാൻ കേരളത്തിൽ താൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലൊരു രാഷ്ട്രീയ നീക്കം അദ്ദേഹം നടത്തിയതാണ്. പക്ഷെ അതൊരു അബദ്ധമായി പോയി പിന്നീട് അദ്ദേഹത്തിന് തോന്നിക്കാണണം. കാരണം വടകര ഈ പറഞ്ഞ ഒരാളുടെ സേഫ് ആയിട്ടുള്ള സീറ്റായിരുന്നു അദ്ദേഹത്തിന്. തൃശ്ശൂർ അദ്ദേഹം പറഞ്ഞ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, തൃശ്ശൂരിൽ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നത് ഒരു 10 വർഷത്തിലധികമായിട്ട് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ സംഘടന സംവിധാനം സമ്പൂർണ്ണമായ തകർച്ചയിലായിരുന്നു. തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്താൻ പറ്റിയ ഒരു നേതൃത്വത്തിന് DCCയിൽ വയ്ക്കാൻ KPCCയോ അല്ലെങ്കിൽ അന്നത്തെ മാറി പറയുന്ന സംസ്ഥാന നേതൃത്വം ഒരിക്കലും തയ്യാറായിട്ടില്ല. കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ടകളായിരുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ CPMലേക്ക് ഇടതുപക്ഷത്തേക്ക് പോയിട്ട് പോലും അതിനെക്കുറിച്ച് തിരിച്ചറിയാനോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊള്ളാവുന്ന ആളുകളെ അതിൻ്റെതായ രീതി പ്രതിഷ്ഠിക്കാനോ ഒന്നും മാറി വരുന്ന KPCC അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഈ 2 വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. കെ മുരളീധരനെ എതിരെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ കരുണാകരൻ കുടുംബത്തിനെതിരെ ജനങ്ങൾക്കിടയിലുള്ള വികാരം മനസ്സിലാക്കി. അതെ. ഈ 1.5 കൊല്ലം മുൻപ് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻ MP അതിനുശേഷം നടത്തിയ നാടകങ്ങൾ, പോസ്റ്റർ ഒട്ടിക്കൽ മുതലായിട്ടുള്ള കെട്ടിപ്പിടിക്കലും ഉമ്മയടക്കം ഈ ചാനലുകളെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തൊരു സാധനമുണ്ട്. ആ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം KPCC വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവിടെയുള്ള നേതാക്കന്മാർക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. ഇങ്ങനെയാണ് സംഘടനാ സംവിധാനം താറുമാറായി കിടക്കുന്നതെങ്കിൽ അത് കൃത്യമായി ധരിപ്പിക്കുക പോലും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് കെ മുരളീധരന്റെ മാത്രം കുറ്റമായി മാറുമോ? എന്റെ അപർണ, ഇതൊക്കെ കെ മുരളീധരൻ അറിയാത്ത കാര്യമാണോ? കെ മുരളീധരനെ പോലൊരു നേതാവിന് ഇതെല്ലാം അറിയാത്ത കാര്യമാണ്. എനിക്കറിയാം, പിന്നെ കെ മുരളീധരൻ അറിയാൻ പറ്റില്ലേ? കാരണം ഏത് വ്യക്തിക്കും ഇത് മനസ്സിലാവും. തൃശ്ശൂർ കോൺഗ്രസ് പാർട്ടി നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. അതുപോലെ കെ മുരളീധരന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ല അദ്ദേഹത്തിനകത്ത് വന്ന് ചാടി. ഞാൻ 2 ദിവസം അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൽ അവിടെ പോയതാണ്, വീക്ഷിക്കാൻ വേണ്ടി. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ കണ്ടു വെച്ചാൽ കെ മുരളീധരനും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളും ആയിട്ടോ അല്ലെങ്കിൽ അണികളായിട്ടോ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു ബന്ധമൊന്നുമില്ല.
അദ്ദേഹം ഒരു വഴിക്ക് പോകുന്നു, പതിയെ ഈ പുറകെ പോകാൻ നിയുക്തരായ ആൾക്കാർ അല്ലെങ്കിൽ ചുമതല ആൾക്കാർ ഒരു 1/2 കിലോമീറ്റർ മാറി പതിയെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. അദ്ദേഹം അവർ തമ്മിലൊരു ഒരു കോൺവെർസേഷനോ ഒരു ആശയവിനിമയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കണ്ടപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് സഹായിക്കണമെന്ന് കൊടുക്കുന്നവൻ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല. ഇതൊരു യാന്ത്രികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ അവരെല്ലാവരും ആശയം പങ്കുവച്ചപ്പോൾ ഇത് അദ്ദേഹം ഇവിടെ ജയിച്ചു കാരണം വലിയ ബുദ്ധിമുട്ടാണെന്ന് ആ സമയത്ത് തന്നെ ഇവരുള്ള എല്ലാവരും പറഞ്ഞിരുന്നു. പിന്നെ ഈ പറഞ്ഞ ടി എൻ പ്രതാപൻ്റെ രാഷ്ട്രീയമുണ്ട്. കാരണം ടി എൻ പ്രതാപൻ ഉദ്ദേശിക്കുന്നത് പാർലമെന്റിലേക്ക് പോയിട്ട് കാര്യമില്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് മത്സരിച്ച് അദ്ദേഹത്തിന് മന്ത്രിയാവണം. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹത്തിന് സേഫായിട്ട് നോക്കി. മറ്റുള്ള നേതാക്കന്മാർക്ക് ആർക്കും ഇപ്പോൾ കെ മുരളീധരനെ തൃശ്ശൂരിൽ നിന്ന് ജയിപ്പിച്ചു വിട്ടിട്ട്, കാരണം കെ മുരളീധരൻ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ആയിരിക്കും ആ പാർട്ടിയിൽ അവസാനമാകും. കാരണം മുരളീധരൻ്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് അദ്ദേഹം വളരെ കരുത്തനായ മനുഷ്യനാണ്, നല്ല സംഘടനാ ശേഷിയുള്ള ആളാണ്. അപ്പോൾ തൃശ്ശൂർ കെ മുരളീധരൻ നിന്ന് ജയിച്ചു എന്ന് വെച്ചോ, ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരെ പാർട്ടി മുരളീധരൻ്റെ കയ്യിലാണ്. അപ്പോൾ തൃശ്ശൂരിൻ്റെ പാർട്ടി മുരളീധരൻ്റെ കയ്യിലാകുമ്പോൾ പിന്നെ അതുമായിട്ട് ഒത്തുചേരാൻ പോകാൻ അല്ലെങ്കിൽ അതിനോട് എതിർപ്പുള്ള ഒരു ധാരാളം പേര് അവിടെ കാണും. വലിയ നേതാക്കൾ തന്നെയുണ്ട്, വളരെ പ്രഗത്ഭരായ നേതാക്കൾ, വളരെ പരിചയസമ്പന്ന നേതാക്കാരെല്ലാവരും കെ മുരളീധരൻ്റെ കയ്യിലേക്ക് കോൺഗ്രസ് പാർട്ടി തൃശ്ശൂർ പോകാൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അവരെല്ലാവരും പതിയെ മാറിയുന്നു. പിന്നെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് വോട്ടുകൾ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ടിരുന്നു അവിടെ. കാരണം വെച്ചാൽ സുരേഷ് ഗോപി വിജയിക്കാൻ ലക്ഷ്യമിട്ടത് കോൺഗ്രസ് വോട്ടുകളെ തന്നെയായിരുന്നു, അത് ഇടതുപക്ഷ വോട്ടുകളെയല്ല. കാരണം തൃശ്ശൂർ ഇടത് വോട്ടുകൾ CPM വോട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്ന് പോകുന്നുള്ളല്ലാതെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ എപ്പോഴും കോൺഗ്രസിന് കൃത്യമായ വോട്ടുകൾ അവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, അത് എപ്പോഴും ഉണ്ട്. പക്ഷേ അത് നിയമസഭയിലേക്ക് വരുമ്പോൾ CPM ഇടതുപക്ഷത്തിന് പോകുന്നത് കോൺഗ്രസ്സുകാരെ കയ്യിലിരിപ്പുണ്ട് മാത്രമാണ്. പക്ഷേ ലോക്സഭയിലേക്ക് കൃത്യമായിട്ട് വോട്ട് പൊളിയാൻ പറ്റും. ഇത് മനസ്സിലായിക്കൊണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായിട്ട് 2019 മുതൽ വളരെ കൃത്യമായിട്ട് സുരേഷ് ഗോപിയും RSSും മറ്റു നേതൃത്വങ്ങളൊക്കെ അതിൻ്റെ RSS ഇടപെടലൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിയാം, ഒക്കെ കൃത്യമായ കാര്യങ്ങൾ കരുക്കൾ നീക്കി കോൺഗ്രസ് വോട്ടുകളെ, പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ നായർ വോട്ടുകളെ സുരേഷ് ഗോപി കൃത്യമായിട്ട് കൊണ്ടുചെല്ലാനും അതോടൊപ്പം മറ്റ് സമുദായങ്ങളിലെ വോട്ടുകളെ, ഹിന്ദു മതത്തിലെ മറ്റ് സമുദായങ്ങളിലെ വോട്ടുകളെ ബ്ലോക്കായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി തിരിക്കാനും കൃത്യമായ ആസൂത്രണം അവിടെ നടന്നു. ഇതെല്ലാം മുരളീധരനും അറിയാം, കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. ഗ്യാംബ്ലിംഗ് എന്താണ്? പാലക്കാടും അതുണ്ടായില്ല, പിന്നെ ആ ഗ്യാംബ്ലിംഗ് എന്താണ്? വട്ടിയൂർക്കാവോ? അല്ല, കെ മുരളീധരൻ നടത്തിയ ഗ്യാംബ്ലിംഗ് ഞാൻ പറഞ്ഞു. കെ മുരളീധരൻ നടത്തിയ ഒരു പൊളിറ്റിക്കൽ ഗ്യാംബ്ലിംഗ് ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് അദ്ദേഹം നേമത്ത് മത്സരിച്ചത്? അദ്ദേഹം വടകര MP ആയിരിക്കുമ്പോഴല്ലേ നേമത്ത് പോയി മത്സരിച്ചത്? എന്തുകൊണ്ടാണ് നേമത്ത് മത്സരിച്ചത്? കാരണം BJP അവിടെ പരാജയപ്പെടുത്തിയത് എൻ്റെ സാന്നിധ്യമായിരുന്നു എന്ന് കേരളീയരെ ബോധ്യപ്പെടുത്താൻ. അതുപോലെ സുരേഷ് ഗോപിയുടെ പരാജയപ്പെടുകയാണെങ്കിൽ അത് എൻ്റെ സാന്നിധ്യം മൂലമായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനും അതുവഴി ന്യൂനപക്ഷങ്ങളിലെ പിന്തുണ നേടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ആപ്റ്റ് കാൻഡിഡേറ്റായി മാറാനുമാണ് അദ്ദേഹം. ഒരു റൂട്ട് തിരിച്ചറിയാൻ കഴിയാത്ത ആളാണോ കെ മുരളീധരൻ? അങ്ങനെ ആണെങ്കിൽ അത് കോൺഗ്രസ് നേതാക്കന്മാർ അത് ധരിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അറിയുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സുരേഷ് ഗോപിയെ അങ്ങനെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്ന് കെ മുരളീധരൻ കരുതി അദ്ദേഹം ഒരു ഗ്യാംബ്ലിംഗിന് ഇറങ്ങി എന്നാണോ? അതെ അത് തന്നെ. കാരണം വെച്ചാൽ സുരേഷ് ഗോപി ഇതൊക്കെ പറഞ്ഞാലും ഈ ഇവരുദ്ദേശിച്ച പോലെ ക്രൈസ്തവ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പോകുന്നത് അത്ര കൃത്യമായിട്ട് പോകുന്ന കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് പക്ഷേ ഇവർ ഉദ്ദേശിച്ചാൽ കൂടുതൽ ക്രൈസ്തവ വോട്ടുകൾ BJP പക്ഷത്തേക്ക് പോയി. ക്രൈസ്തവ വോട്ടുകൾ പോയില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സുരേഷ് ഗോപി അല്പം ബുദ്ധിമുട്ടിലായി പോയേനെ അവിടെ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി രണ്ടാമത് വരികയും സുനിൽകുമാർ ഒന്നാമത് വരികയും ചെയ്താൽ പോലും കെ മുരളീധരൻ അവിടെ പൊളിറ്റിക്കൽ വിജയമായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. നേമത്ത് സംഭവിച്ചത് അത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സുരേഷ് കുമാർ 1ാം സ്ഥാനത്തും സുരേഷ് ഗോപി 2ാം സ്ഥാനത്തും കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് വന്നാലും കെ മുരളീധരൻ അവിടെ വിജയിച്ചു. പക്ഷെ അവിടെ പറ്റിപ്പോയെന്ന് വെച്ചാൽ സുരേഷ് ഗോപി വിജയിക്കുകയും കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോവുകയും ഡ്രാസ്റ്റിക് ആയിട്ട് ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസ് എന്നുള്ളൊരു വലിയൊരു വോട്ടും ഇടതുപക്ഷത്തു നിന്ന് തിരക്കേടില്ലാത്ത വോട്ടുകളും ഈ സുരേഷ് ഗോപി കിട്ടുകയും ചെയ്തപ്പോഴാണ് ഈ പരിപാടി പൊളിഞ്ഞു പോയത് അവിടെ. ഇവിടെ യഥാർത്ഥം സംഭവിച്ചത് തൃശ്ശൂർ വിജയിച്ച് കയറുക അത്ര എളുപ്പമല്ലെന്ന് കെ മുരളീധരൻ അറിയായിരുന്നു, മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയായിരുന്നു. അത് രമേശ് ചെന്നിത്തല അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞാണ് നിങ്ങൾ വടകര വിട്ട് പോരുന്നത് അബദ്ധമാണെന്നുള്ളത്. കാരണം വെച്ചാൽ ഇത്രയും മികച്ചൊരു ഇത്രയും ഗ്രൗണ്ട് വർക്ക് ചെയ്ത് മാത്രമല്ല വടകര പൊളിറ്റിക്കൽ മണ്ഡലം കൂടിയാണ്. ഈ തൃശ്ശൂർ പോലെ അത്ര ഒരു അല്ലെങ്കിൽ തെക്കൻ കേരളം പോലെ മധ്യ കേരളം പോലെ വർഗീയമായിട്ട് ചിന്തിച്ച് വോട്ട് വരുന്ന മണ്ഡലമല്ല. അടിസ്ഥാനമായിട്ട് മറ്റേ കണ്ണൂർ വടകരയൊക്കെ ഒരു പൊളിറ്റിക്കൽ വോട്ട് ചെയ്യുന്ന മണ്ഡലം. പൊളിറ്റിക്കൽ വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കെ മുരളീധരൻ അവിടെ വളരെ സമ്പന്നനായ നേതാവായിരുന്നു. നാളെ അദ്ദേഹം കോഴിക്കോട് നിന്ന് അദ്ദേഹം ജയിക്കും. കോഴിക്കോടും വടകരയൊക്കെ കെ മുരളീധരൻ കൃത്യമായ രാഷ്ട്രീയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെ. പക്ഷേ തൃശ്ശൂർ അദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനം ഇല്ലെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. അദ്ദേഹത്തിന് അറിയായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് അറിയായിരുന്നു, BJPക്ക് അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഈ BJP നേതാവ് പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് വളരെ പോകരുത് എന്ന് കെ മുരളീധരനോട്. എന്നിട്ടും വടകര പോലെയുള്ള ഒരു ഷുവർ സ്ഥലം കളഞ്ഞുകൊണ്ട് കെ മുരളീധരൻ തൃശ്ശൂർ വരുമെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു ഗ്യാംബ്ലിംഗ് കളിക്കണമെങ്കിൽ
ആ ഓഫർ ആരുടെ ഭാഗത്തു നിന്നാണ്? ചെന്നിത്തല ഇതാണ് പറഞ്ഞെങ്കിൽ ഇനി മറുവശമാണോ കുഴിയിൽ ചാടിച്ചത് കെ മുരളീധരനെ? അല്ല, അദ്ദേഹത്തിന് വളരെ അത് നിങ്ങൾ ഈ രാഷ്ട്രീയം നമ്മൾ 2-4 രാഷ്ട്രീയത്തിൽ ഒരു കെ മുരളീധരൻ മനസ്സിൽ വിചാരിച്ചൊരു പൊളിറ്റിക്കൽ സംഭവം ഞാൻ നിങ്ങൾ ആദ്യം പറയും. എന്തുകൊണ്ടാണ് അദ്ദേഹം നിയമത്ത് മത്സരിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. എന്തിനാണ് അദ്ദേഹത്തിന് നിയമത്ത് മൽസരിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? കാരണം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കാണ് ടി എൻ പ്രതാപൻ, അനിലൊക്കെ അവിടെ ഇരിക്കട്ടെ. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എവിടെയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കെ മുരളീധരൻ എന്ന പേര് പ്ലേസ് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ 2-ലേറെ ആൾക്കാർ ഇപ്പൊ തന്നെ ഉണ്ട് UDF-ൽ. അപ്പോൾ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യുക എന്നൊരു വിഷയമുണ്ട്. അതിന്റെ ഉത്തരമാണോ ഈ നടന്നത്? അതിന്റെ ഒരു പ്രീ പ്ലാനിംഗ് ആണോ ഇവിടെ നടന്നത്? അങ്ങനെയാണോ പറയുന്നത്? അതും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഓക്കെ, അതും വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം.